ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടിയാഗോയിൽ വരുന്ന ഒരു കുഞ്ഞ് ഫോൾട്ടാണ്. അത് നമുക്ക് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. 2019 ബാച്ച് വരുന്ന കുറച്ച് വണ്ടികൾക്കാണ് ആ ഒരു പ്രശ്നം കണ്ടുവന്ന് തുടങ്ങിയത്. പഴയ വണ്ടികൾ കൊണ്ടുവന്ന് അറിയത്തില്ല. എന്തായാലും എൻ്റെ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. 2019 വരുന്ന വണ്ടികൾക്ക് ആ ഒരു കുഞ്ഞ് ഇഷ്യൂ ഉണ്ടെന്ന് ഗ്രൂപ്പിൽ പല മെമ്പേഴ്സും പറയുന്നുണ്ട്. അപ്പം അതങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറായും നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിനുമായ നമ്മുടെ അർജുൻ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ബേ. ഇതിൽ നമ്മളിപ്പം സ്റ്റാർട്ടിംഗ് മോട്ടർ, ഇപ്പം 2019 മോഡൽ ചില ബാച്ച് വണ്ടികൾക്ക് കാണപ്പെടുന്നൊരു പ്രശ്നമാണ് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഫ്യൂസ് പോകുന്നത്. അപ്പം ഫ്യൂസ് പോയി കഴിഞ്ഞാൽ അതിനുള്ള കാരണം വാട്ടേജ് കുറഞ്ഞ സ്റ്റാർട്ടിംഗ് മോട്ടറാണ് ആ മോഡൽ വന്നിരിക്കുന്നത്. 1.4 കിലോ വാട്ടിന് പകരം 1.2 കിലോ വാട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ലോഡ് താങ്ങാത്ത കാരണം ഫ്യൂസ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പം നോർമലി നമ്മുടെ ടിയാഗോയിൽ വരുന്നത് 20 ആംപിയറിൻ്റെ ഫ്യൂസാണ് സ്റ്റാർട്ടിംഗ് മോട്ടറിന് വരുന്നത്. അപ്പം ഈ ഫ്യൂസ് പോകാൻ കാരണം ലോഡ് താങ്ങാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഫ്യൂസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ അത് കൂടിയ ആംപിയർ കൂടിയ ഫ്യൂസ് എടുത്തിട്ടാൽ ഈ സംഭവം ഒന്ന് പരിഹരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഫ്യൂസ് ബോക്സ്. ഓക്കെ, ഫ്യൂസ് ബോക്സ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന 4 ക്ലിപ്പുകളാണ്. 1 2 ഇവിടെ 3 4. അപ്പം ഈ ക്ലിപ്പ് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ തുറക്കും. ഓക്കെ, ഉണ്ടോ? അതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ഫ്യൂസിൻ്റെ ഡയഗ്രാം ഇതാ ഈ ഫ്യൂസ് ബോക്സിനകത്തിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പച്ച കളറിൽ 20 ആംപ്സ് കണ്ടോ ഇത്. അപ്പം ഈ ഫ്യൂസാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫ്യൂസ് പോയി കഴിഞ്ഞാലേ ഉള്ളൂ. എൻ്റെ വണ്ടിക്ക് പോയിട്ടില്ല. എൻ്റെ വണ്ടി 2019 ജനുവരി മോഡൽ XZ+ ആണ്. അപ്പം ഇവിടെ സ്പെയർ ഫ്യൂസ് വെച്ചിട്ടുണ്ട് 20 20 15 10 5. ഓക്കെ, അപ്പം ഇതിപ്പോൾ 20 ആംസ് ആണല്ലോ. നമുക്ക് 25 ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒന്ന് പരിഹരിക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്യൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂൾ യൂസ് ചെയ്യാം. ഫ്യൂസ് റിമൂവിങ് ടൂൾ ഇത് കണ്ടോ, മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇതാണ് സംഭവം കണ്ടോ. ഇത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ. അപ്പം ഇതുകൊണ്ടാണ് ഇതെടുക്കുക. ഇത് ജസ്റ്റ് ഇങ്ങനെ കൂടെ പ്രസ് ചെയ്യുക. ഇവിടെ ഈ പുറകിൽ പ്രസ് ചെയ്തിട്ട് കയറ്റി വെക്കുന്നു. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ലോക്കായി. എന്നിട്ട് നടുക്ക് പിടിച്ചിട്ട് വലിച്ചൂരുന്നു കണ്ടോ. എന്നിട്ട് പുറകിൽ ഒന്നുകൂടി പ്രസ് ആകുമ്പോഴത്തേക്ക് ഇതോടെ കിടക്കും. അതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ. ജസ്റ്റ് പ്രസ് ചെയ്യുന്നു, ഇങ്ങോട്ട് വെക്കുന്നു, നടുക്ക് പിടിക്കുന്നു, വലിച്ചൂരുന്നു, ഇതിവിടെ ഇടുന്നു കണ്ടോ. ഇത് 25 ആംസ് ആണ്. കാണിച്ചു തരാം. 25 ആംസ് കാണുന്നില്ലല്ലോ, കണ്ടോ 25 ആംസ്. ഇത് 20 ആണ് കണ്ടോ, 20 ആംസ്. ഓക്കെ, അപ്പം ഈ 25 ആംസ് ആണ്. ഫിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇത് എടുക്കുന്നു, ജസ്റ്റ് എടുത്തിട്ട് പ്രസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് അടപ്പെടുത്ത് അടച്ചു വെക്കാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ, പ്രശ്നം തീർന്നു. മെയിൻ റീസൺ നമ്മുടെ അർജുൻ തന്നെ പറഞ്ഞു, സ്റ്റാർട്ടർ മോട്ടറിൽ കറക്റ്റ് പവർ ലോഡ് എടുക്കാത്തതുകൊണ്ടാണെന്നുള്ളത്. അപ്പം ഫീസ് നിങ്ങൾ മാറിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കുക, നിങ്ങൾ കിലോമീറ്റർ ഓടുക. കഴിയുമെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം തന്നെ സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ പ്രശ്നമുണ്ട്, വണ്ടി ഞാൻ കൊണ്ടുവരട്ടെ. അപ്പം വണ്ടി കൊണ്ട് ചെന്നതിന് ശേഷം അടുത്ത കാര്യം ഇങ്ങനെ ഫീസ് മാറ്റിയിട്ടപ്പോൾ എനിക്ക് റെഡിയായി. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ വരുന്നത് ചോദിച്ചതിന് ശേഷം സർവീസ് സെൻറ്ററിൽ പറഞ്ഞതിന് ശേഷം അത് ചിലപ്പോൾ അവർ കംപ്ലയിൻ്റ് ആണെങ്കിൽ, മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരത് വാറണ്ടിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. ഓക്കെ, അപ്പം ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇളക്കിയ ഫീസൊക്കെ തിരിച്ച് അത് കണക്ക് തന്നെ പറക്കിയിടുക. സർവീസ് സെൻറ്ററിൽ വിളിക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കുക, എൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്ന് പറയുക, ഫീസൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയെന്നും പറയുക. ഒന്നെങ്കിൽ അവർ വന്നിട്ട് അത് കറക്റ്റ് നോക്കി പറഞ്ഞു തരും, ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു തരും. ചിലപ്പോൾ ബാറ്ററിയുടെ പവർ കുറഞ്ഞുകൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്റ്റ് കൊണ്ടാവാം. ഈ പറഞ്ഞത് ഒരു സൊല്യൂഷൻ മാത്രമാണ്. ഓക്കെ, അപ്പം ഒന്നുകൂടി ബൈ.